നീയല്ലാതെ നാം ആയിരിക്കും ഈ വിവരം ജലാലിനെ അറിയിക്കുന്നത്. നീ ഇതിനിടയിൽ കയറരുത്. ഏയ് നിൽക്കവിടെ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നത്? എനിക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? ഞങ്ങളുടെ രാജാവിനാ ഇത് സംഭവിച്ചിരിക്കുന്നത്. പറഞ്ഞില്ലേ പോകാൻ സാധിക്കില്ലെന്ന്. എനിക്ക് വിവരങ്ങൾ അറിയണം. ഏയ്, ആരാണ് നീ? എന്താണ് വേണ്ടത്? എന്തിനാ അലർന്നത്? ഇത് മുഗളന്മാരുടെ ഇടമാണ്, ഹിന്ദുക്കളുടെ അല്ല. ഞാൻ തഹത്ബലിന്റെ സൈന്യത്തിൽ നിന്നാണ്. ഞങ്ങളുടെ രാജാവിന്റെ ശരീരം കൊണ്ടുപോകാനായി വന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ അന്തിമ സംസ്കാരം ചെയ്യാൻ വേണ്ടി. നോക്കൂ, ഇവിടെ ആർക്കും ഒരു തീരുമാനവും എടുക്കാനുള്ള അധികാരമില്ല. നിങ്ങൾ ഷെഹൻഷായോട് തന്നെ അതിനുള്ള അനുവാദം വാങ്ങണം. ഞങ്ങൾ വെറും കാഴ്ചക്കാരാണ്. നിങ്ങൾ ഷെഹൻഷായോട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇദ്ദേഹത്തെ കൊണ്ടുപോകും. നന്ദിയുണ്ട്. സാമ്രാട്ട്, അങ്ങ് വെറുതെ വിട്ടതിനു ശേഷവും തഹത്ബൽ രാജാവിനെ കൊന്നുകളഞ്ഞു. ഇതെന്ത് അനർത്ഥമാണ് അങ്ങ് ചെയ്തത്? ശല്യപ്പെടുത്തുന്നതിൽ ക്ഷമിച്ചാലും പ്രഭു, അങ്ങ് രാജാവ് തഹത്ബലിനെ കൊന്നുകളഞ്ഞുവെന്ന് ഷെഹൻഷായ്ക്ക് മനസ്സിലായിരിക്കുന്നു. അല്ലെങ്കിലും നമുക്കതറിയാം. നീ എന്താ വിചാരിച്ചത്? നിനക്കെന്താ തോന്നുന്നത്? എനിക്കെതിരായി ജലാലിനോട് വിവരങ്ങൾ പറഞ്ഞത് മഹാമംഗ തന്നെയായിരിക്കും. അവർ കാര്യങ്ങൾ ഓരോന്നായി ജലാലിനോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ട് നാം അങ്ങനെ ചെയ്തു. നമുക്കിതും നന്നായി അറിയാം. ജലാൽ തീർച്ചയായും നമ്മെ കാണാൻ എത്തുമെന്ന്. അദ്ദേഹത്തെ വരാൻ അനുവദിക്കൂ. പക്ഷെ പ്രഭു, ഇത്തരത്തിൽ ഷെഹൻഷായോ? ഞാനാണ് അദ്ദേഹത്തെ ഷെഹൻഷായാക്കിയത്. അദ്ദേഹം അതിനു പകരം എന്നോട് എന്താണ് ചെയ്തത്? മുഴുവൻ സഭയിലും വെച്ച് എല്ലാവരുടെയും മുന്നിൽ അവൻ എന്റെ തലയെ കുനിയിക്കാനിടയാക്കി. എന്താണ് ഈ ജലാലിന്റെ സ്ഥാനം? ഇപ്പോ അത്രയ്ക്കും വലുതായി മാറിക്കഴിഞ്ഞോ? അങ്ങനെയല്ല അങ്ങൊന്നേ. അദ്ദേഹം അങ്ങേക്ക് സ്വന്തം ആളെന്ന നിലയിൽ ബഹുമാനം നൽകുന്നുണ്ട്. ശരിക്കും തെറ്റ്. ഇതിനെ ബഹുമാനിക്കലെന്നല്ല, അപമാനിക്കലെന്നാണ് പറയേണ്ടത്. വീണ്ടും ഞാൻ പറയുകയാണ്, അദ്ദേഹം നമ്മുടെ ഭാക്ഷയാണ്. അദ്ദേഹത്തിനെതിരായി ഒന്നും ചെയ്യാൻ പാടില്ല. അഥവാ അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, നാം കഴിവുകെട്ടവനായി മാറിയെന്ന. പ്രണാമം പ്രഭോ. കൊട്ടാരത്തിലെ എല്ലാ സൈനിക മേധാവികളെയും മന്ത്രിമാരെയും ഉടൻ തന്നെ രാജസദസ്സിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ആരാണ് വിളിപ്പിച്ചത്? രാജസദസ്സിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടാറുള്ളത് ഈ ബൈറാൻ ഖാൻ മാത്രമാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പ്രഭോ. എല്ലാവരെയും സദസ്സിലേക്ക് വിളിച്ചിരിക്കുന്നത് ഷെഹൻഷാ നേരിട്ടാണ്. എന്താണ് സംഭവിച്ചത്? അതിൽ നമുക്ക് അതിയായ വിഷമമുണ്ട്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. തഹത്ബൽ നമ്മുടെ പിതാവിന്റെ ജീവൻ രക്ഷിച്ചിരുന്നു. ജലാൽ, ഇങ്ങനെ പെട്ടെന്ന് സഭ വിളിച്ചു കൂട്ടുന്നത് അത്യാവശ്യത്തിനാണെന്ന് അങ്ങേക്കറിയില്ലേ? നമ്മുടെ ആജ്ഞയാണ്. അദ്ദേഹത്തിന്റെ കൊള്ളയടിച്ച ഖജനാവും തിരികെ നൽകണമെന്ന്. തഹത്ബലിന്റെ ഖജനാവ് കൊള്ളയടിക്കാനുള്ള ആജ്ഞ നമ്മുടേതായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സംരക്ഷണവും നൽകണം. അതിന്റെ ഉത്തരവാദിത്വം നാം അങ്ങേ ഏൽപ്പിക്കുന്നു. നിങ്ങൾക്കെന്നെ ഇപ്രകാരം അപമാനിക്കാൻ സാധിക്കില്ല ജലാൽ ഖാൻ.
എല്ലാവരും പോകൂ. ആരും തന്നെ പോകുന്നില്ല. നമ്മുടെ വാക്കിന് വിലയില്ലേ? മറന്നു പോകരുത്, നാമാണ് അങ്ങയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന്, നാമാണ് അങ്ങയെ പരിരക്ഷിച്ചതെന്ന്, നാം അങ്ങയെ വളർത്തി വലുതാക്കി, മുഗളന്മാരുടെ സംസ്കാരം പകർന്നു തന്നു, എല്ലാ അറിവുകളും നന്നായി നൽകി. എപ്പോഴും നമ്മുടെ കണ്ണുകൾ അങ്ങയുടെ മേൽ തന്നെയായിരുന്നു. എന്നിട്ട് ഇന്ന് അങ്ങ് നമ്മെ അവഹേളിക്കുകയാണോ? എല്ലാവരുടെ മുൻപിൽ വെച്ച് അപമാനിക്കുന്നു. മറന്നു പോകരുത് ജലാൽ, നാം അങ്ങയുടെ ഖാൻ ബാബ മാത്രമല്ലെന്ന്, പകരം ഈ രാജ്യത്തിലെ സൈനിക തലവൻ കൂടിയാണെന്ന്. പക്ഷെ നാം ഈ രാജ്യത്തെ ഷഹൻഷായാണ്. അങ്ങയെ ആരാണ് ഷഹൻഷായാക്കിയത്? നാമാണ്. നാമാണ് അങ്ങയ്ക്ക് അധികാരം നൽകിയത്. ആ അധികാരം ഉപയോഗിച്ചാണ് അങ്ങ് ഈ സിംഹാസനത്തിലിരുന്ന് ഭരിക്കുന്നത്. അഥവാ ബാദ്ഷാ മുന്നിലുണ്ടാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉണ്ടാകും. ഇവിടെയുള്ള എല്ലാവരും കുട്ടിക്കാലം മുതൽ നാം അങ്ങയെ ബഹുമാനിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അങ്ങ് എന്ത് ഉത്തരവ് നൽകിയാലും നാം അത് തലകുനിച്ചു നിന്ന് അനുസരിച്ചു. നമ്മുടെ തീരുമാനങ്ങൾക്ക് എതിരെ നിന്നപ്പോഴും നാം ശാന്തനായി നിന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആളുടെ ജീവനാണ് അങ്ങ് എടുത്തത്. അങ്ങ് നമുക്കെതിരായല്ല, നമ്മുടെ പിതാവിനെതിരായാണ് പ്രവർത്തിച്ചത്. സ്വന്തം പിതാവിന്റെ പെരുമ അങ്ങ് പറയാതിരിക്കുന്നതാവും നന്നാവുക. എന്താണ് അങ്ങയുടെ പിതാവ് ചെയ്തിട്ടുള്ളത്? എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നാമാണ് ചെയ്തത്. നാമാണ് അങ്ങയെ ഇവിടം വരെ എത്തിച്ചത്. അതിനാലാണ് അങ്ങ് ഈ സ്ഥാനത്തുള്ളത്. എന്നാൽ നമ്മുടെ അച്ഛന്റെ സ്വത്ത് നമ്മുടെ ജീവനാണ്. നാം സമ്മതിക്കുന്നു, അങ്ങ് തന്നെയാണ് നമ്മെ ഇവിടെ വരെ എത്തിച്ചത്. പക്ഷെ നമ്മുടെ അച്ഛന്റെ അഭിമാനം ഇല്ലാതാകില്ല. നമ്മുടെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചയാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിലൂടെ അങ്ങ് തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങേക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം നാമാണ് തന്നത്, സൈനിക തലവനാക്കി മാറ്റി. എന്നാൽ ഇപ്പോഴെന്താ? എന്താ അങ്ങിപ്പോ നമ്മെ ഭീഷണിപ്പെടുത്താനും തുടങ്ങിയിരിക്കുകയാണോ? എനിക്കെന്റെ ഖാൻ ബാബയ്ക്കെതിരെ എങ്ങനെയാണ് വാളെടുക്കാൻ സാധിക്കുക? എന്നാൽ അതിനായി നിർബന്ധിക്കപ്പെട്ടാൽ ഈ ബാദ്ഷാ തീർച്ചയായും സ്വന്തം വാളെടുക്കുന്നതാണ്. ഖാൻ ബാബ, അങ്ങ് ഓരോ പോരാട്ടത്തിനു മുൻപും നമ്മെ ഉപദേശിക്കുമായിരുന്നു. പോരാട്ടം ആരോടായാലും എങ്ങനെയുള്ളതായാലും നാം വിജയിക്കുക തന്നെ വേണമെന്ന്. അങ്ങയുടെ ആ ഉപദേശം നാം ഒരിക്കലും മറന്നിട്ടില്ല, ഇനി മറക്കുകയുമില്ല. റഹീം, പോകൂ. മോൻ പുറത്തുപോയി കളിക്കൂ. നമുക്കെതിരായി അവൻ പ്രവർത്തിക്കുമോ? നമ്മോടങ്ങനെ പെരുമാറാൻ അവന് സാധിക്കുമോ? എന്ത് സംഭവിച്ചു? ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ അങ്ങയെ ഇത്രയും ദേഷ്യത്തിൽ കണ്ടിട്ടില്ല. ഇതിനു മുൻപ് ഒരിക്കലും ജലാൽ നമ്മോട് ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ല. നമുക്കറിയാം അയാൾ ആര് പറയുന്നത് കേട്ടാണ് ഈ സംസാരിക്കുന്നതെന്ന്. മഹാമംഗയെ നാം അങ്ങനെയൊരു പാഠം പഠിപ്പിച്ചിരിക്കും, അവർ ഒരിക്കലും മറക്കാത്ത വിധം. തെറ്റുകാരനാകുന്നത് അങ്ങായിരിക്കും. മഹാമംഗയെ ഷെഹൻഷായുടെ ഉമ്മയായാണ് കണക്കാക്കുന്നത്. ഷെഹൻഷാ പോലും ഹമീദ ബീഗത്തേക്കാൾ ഉയർന്ന സ്ഥാനമാണ് നൽകുന്നത്. അഥവാ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരിൽ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരും, മഹാമംഗ അല്ലെങ്കിൽ ബൈറാം ഖാൻ. അഥവാ ജലാൽ മഹാമംഗയെ തിരഞ്ഞെടുത്താൽ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും ജലാലിന്.
കാരണം ബൈറാം ഖാൻ ഇല്ലെങ്കിൽ അയാൾ ജലാൽ മാത്രമായിരിക്കും. എന്നാൽ ഷഹൻഷാ ആകില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അയാളെ കരകയറ്റി രക്ഷിച്ചത് നാമാണ്. ഹിന്ദുസ്ഥാനെ തന്നെ വരുതിയിലാക്കി അയാളുടെ പാദങ്ങളിൽ സമർപ്പിച്ചത് നാമാണ്. ഈ ബൈറാം ഖാൻ ഇല്ലെങ്കിൽ ജലാൽ ഒന്നും തന്നെ. ജലാലിനോട് ഇത്രയും ദേഷ്യമോ? അങ്ങ് എല്ലായ്പ്പോഴും നമ്മുടെ ജലാലിനെ സ്വന്തം മകനായില്ലേ കണ്ടത്? അയാൾ നമുക്ക് അതേ ആദരവും ബഹുമാനവും തന്നെയാണ് ഇതുവരെ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അയാൾ നമ്മെ അപമാനിച്ചു. എന്നാൽ ഇക്കാര്യം എങ്ങനെ മറന്നുപോയി? നാം മുഗൾ സാമ്രാജ്യത്തിന്റെ വിശ്വസ്തനാണെന്ന്, ഏതെങ്കിലും സുൽത്താന്റെ അല്ലെന്ന് ഞാൻ അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഒരു യുദ്ധ മൈതാനത്തിൽ വളരെ ചെറിയ തെറ്റിന് പോലും വലിയ ശിക്ഷയാണ് ലഭിക്കുകയെന്ന്. എന്നാൽ ഇപ്പോൾ അവൻ നമ്മോട് അങ്ങനെ ചെയ്തുകൊണ്ട് വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയ തെറ്റാണ് ചെയ്തത്. എന്റെ പടച്ചോനെ, ദയവായി നമ്മുടെ ഭർത്താവിനെ സംരക്ഷിക്കണേ. അല്ല, ഇത്ര പെട്ടെന്ന് എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? പതുക്കെ സംസാരിക്കേ. ഇവിടെ ചിവരുകൾക്ക് പോലും കാതുണ്ട്. വരൂ, എന്റെ കൂടെ വരൂ. വരൂ. അല്ല, സഹീറ ബീഗം രുക്കിയായുടെ കിടപ്പറയിൽ എന്തായിരിക്കും കാര്യം? എന്ത് സംഭവിക്കാൻ? എനിക്ക് തോന്നുന്നത് റുഖിയ ബീഗം ഇപ്രാവശ്യം അമ്മയാകാൻ പോകുന്നെന്ന്. അതെ, ഇത് ആദ്യമൊന്നല്ലല്ലോ. ഇതിനു മുമ്പ് 4 തവണ വരെ വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു സന്തോഷ വാർത്ത പോലും കേൾക്കാനായിട്ടില്ല. ഷെഹൻഷയ്ക്കാണെങ്കിൽ അതിനുള്ള സമയവും ഇല്ലല്ലോ. പിന്നെ എവിടെ നിന്നാ കുഞ്ഞുണ്ടാവുക? പാവം റുഖിയ ബീഗം. പടച്ചോൻ അനുഗ്രഹിക്കട്ടെ, ഇപ്രാവശ്യമെങ്കിലും എന്തെങ്കിലും സന്തോഷ വാർത്ത കേൾക്കാനായിട്ട്. ഇത്തവണ നമുക്കൊരു നല്ല വാർത്ത നൽകിയില്ല ബീഗം സാഹിറ. നമുക്ക് ഉറപ്പുണ്ടായിരുന്നു നിങ്ങൾ ഉറപ്പായും ഇത്തവണ നമുക്കൊരു ശുഭവാർത്ത നൽകുമെന്ന്. പക്ഷെ ഇത്തവണയും അവിടെ നിന്ന് ഒന്നും പറഞ്ഞില്ല. എനിക്ക് അവിടത്തേക്ക് ഒരു ശുഭവാർത്ത നൽകാൻ കഴിഞ്ഞില്ല. പക്ഷേ അന്തപുരത്തിൽ ഒരു സന്തോഷ വാർത്ത വന്നു കഴിഞ്ഞു. എന്നുവെച്ചാൽ ഫരീദയെ അവിടുന്ന് അറിയില്ലേ? ഇതേ അന്തപുരത്തിൽ കഴിയുന്ന ഫരീദ, ആ നീണ്ട മുടിയുള്ളവൾ. അതെ, അവൾ തന്നെ. അവളെ യുദ്ധം വിജയിച്ചപ്പോൾ നേടിയെടുത്ത് കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഷെഹൻഷാ ജലാലിന് കാഴ്ചവെച്ചു. അവൾ ഗർഭിണിയാണ്. യോഗം കണ്ടില്ലേ? ബന്ധിയായിട്ട് കൊണ്ടുവന്നതാണ്. എന്നിട്ട് പരമ്പരയിലെ ആദ്യ രാജകുമാരന് ജന്മം നൽകുന്നു. പടച്ചവന്റെ അനുഗ്രഹമാണ്. എന്തായാലും ഷെഹൻഷായ്ക്ക് ഒരു പരമ്പര ലഭിക്കുമല്ലോ. അതെ സഹീറ, ഇപ്പോൾ റുഖിയ ബീഗത്തിന് വിശ്രമിക്കണം. എനിക്ക് തോന്നുന്നു നിങ്ങൾ പോകണം. ഇപ്പൊ എത്ര മാസമായി? അതറിയേണ്ട കാര്യം എന്താണ് ബീഗം? ആ ബീഗം അത്ര വിലയുള്ളവളൊന്നും അല്ലല്ലോ, ഒരു ബന്ധുവല്ലേ. നാം ഇവരോടാണ് ചോദിച്ചത്. എത്ര മാസമായി ഫരീദ? ഇപ്പോ 3 മാസമായി ബീഗം റുഖിയ. എന്റെ പടച്ചോനെ, നല്ല വാർത്ത. നിങ്ങൾ നമ്മെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഉറപ്പായും നിങ്ങൾക്ക് ഇതിനുള്ള സമ്മാനം ലഭിക്കും. നന്ദിയുണ്ട്. ക്ഷമിച്ചാലും ബീഗം, ഞാൻ കരുതി അവിടത്തേക്ക് ഈ കാര്യം വിഷമമാകുമെന്ന്. പക്ഷെ അവിടുത്തെ മുഖത്ത് ഈ പുഞ്ചിരി. കാര്യം അറിയുകയാണെങ്കിൽ നീയും പുഞ്ചിരിക്കും ഘോഷ്യ. ജലാൽ കഴിഞ്ഞ 3 മാസമായി ഫരീദയുടെ മുറിയിലേക്ക് പോയിട്ടേയില്ല. അതെയോ? അവിടത്തേക്ക് ഉറപ്പാണല്ലോ. നമുക്ക് ജലാലിന്റെ എല്ലാ കാര്യങ്ങളും ഓരോ രാത്രിയെക്കുറിച്ചും അറിയാം ഘോഷ്യ. എങ്കിൽ ഇതൊരു സന്തോഷ വാർത്തയാണ്. ഹാ, ഇത് സന്തോഷ വാർത്ത തന്നെയാ. പക്ഷേ ഇതറിഞ്ഞേ തീരൂ ഈ സന്തോഷ വാർത്തയുടെ കാരണം ആരാണെന്ന്. ഇതെല്ലാം പാവങ്ങൾക്ക് നൽകൂ. ഇനി എന്റെ പക്കൽ യാതൊരു മാർഗവുമില്ല എന്റെ മരുമകളെ ഇവിടെ പിടിച്ചു നിർത്താൻ. സത്യം പറഞ്ഞാൽ പറഞ്ഞയക്കാനേ തോന്നുന്നില്ല. അവിടുന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ജോധ എന്നേക്കുമായി അവിടുത്തെ ഗൃഹത്തിലേതായി മാറുമല്ലോ.
എന്റെ ജ്യോതിക്ക് കണ്ണുപെടാതിരിക്കട്ടെ. നന്നായി വരട്ടെ. നിന്റെ യാത്ര മംഗളപൂർണമായിരിക്കും. ജ്യേഷ്ഠത്തി, ഇതാ എടുത്തോളൂ. എന്റെ ജ്യേഷ്ഠന്റെ ഒരു ചെറിയ സമ്മാനമാണ്. എപ്പോഴും ഇത് അണിയണം കേട്ടോ. അങ്ങയുടെ പേര് പോലെ തന്നെ അങ്ങയുടെ മുഖവും സുന്ദരമാണ് ഷെഹൻഷാ. അങ്ങയെ ഷെഹൻഷാ എന്ന് വിളിക്കാൻ ആർക്കും അങ്ങയുടെ ശിരസിൽ കിരീടം കാണേണ്ട ആവശ്യമൊന്നുമില്ല. നീ നമ്മെ പുകഴ്ത്തുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും നിനക്ക് എന്തോ ആവശ്യമുണ്ടെന്ന്. പറയൂ, നിനക്കെന്താണ് വേണ്ടത്? ഞാൻ അങ്ങിൽ നിന്നും ഒന്നും ആവശ്യപ്പെടാനല്ല, ചിലത് നൽകാനാണ് വന്നത്. എന്താണ്? ഒരു വാർത്ത. അങ്ങയുടെ ഭാര്യയായ ഫരീദ, ഞാൻ കേട്ടത് അവരങ്ങയുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നെന്നാ. സത്യമാണോ? എത്ര നല്ല വാർത്തയാണ് നീ എനിക്ക് നൽകിയത് റുക്കിയ. നാം ഒരു പിതാവാകാൻ പോകുന്നു. നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജന്മമെടുക്കാൻ പോകുന്നു. ഫക്കീറുമാരെ വിളിച്ച് ഭക്ഷണം നൽകണം. ഈ നാട്ടിലുള്ള എല്ലാവരെയും പ്രായഭേദമന്യേ വിളിച്ച് എല്ലാവർക്കും വയറ് നിറയുന്നതുവരെ നല്ല ഭക്ഷണം നൽകണം. ഷെഹൻഷാ സന്തോഷിക്കുകയാണോ? പക്ഷെ അത് ഇത്രയും വേഗം വേണ്ടായിരുന്നു. ഫരീദയ്ക്കിപ്പോ 3 മാസം കഴിഞ്ഞിരിക്കുകയാണ്. 3 മാസം. എന്താ പറഞ്ഞത്? മൂന്ന് മാസമോ? എന്നാൽ ആ സമയത്ത് നാം ആഗ്രയിലെ ഉണ്ടായിരുന്നില്ലല്ലോ റുക്കിയ. എന്തായാലും നന്നായി. അങ്ങയുടെ ബുദ്ധിക്കുമേൽ സന്തോഷത്തിന്റെ മറ വീണില്ലല്ലോ. അങ്ങ് കഴിഞ്ഞ 4 മാസങ്ങളായി ആഗ്രയിലില്ലായിരുന്നു ഷെഹൻഷാ. ഇപ്പോൾ ഇതറിയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ആരാണ് അങ്ങേക്ക് അവകാശപ്പെട്ട പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചത്? പക്ഷെ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ? അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെഹൻഷായുടെ പുസ്തകത്തിൽ പല നിയമങ്ങളുമുണ്ട്. അതിൽ തന്നെ 2 എഴുതിയിട്ടുണ്ട്: ശിക്ഷിക്കാനുള്ളതും പിന്നെ രക്ഷിക്കാനുള്ളതും. ഇപ്പോൾ അങ്ങ് തന്നെ തീരുമാനിച്ചോളൂ. എന്താ അങ്ങ് ഫരീദയ്ക്ക് ഹൃദയം കവർന്നതിനുള്ള സമ്മാനം നൽകുമോ, അതോ സ്വന്തം തെറ്റിനുള്ള ശിക്ഷയോ?